വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് ഒരു ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മുട്ട റോസ്റ്റ് ആണ്. അപ്പോൾ ഒരു 4 മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു വലിയ സവോള, ഒരു പച്ചമുളക് എടുത്തിട്ടുള്ള നല്ല എരിവുള്ള പച്ചമുളകാണ്, 1 ടേബിൾ സ്പൂൺ എഗ് മസാല ഞാൻ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടൊമാറ്റോ, പിന്നെ നമ്മൾ ആവശ്യത്തിന് ആ കറിവേപ്പിലയും കൂടെ ചേർത്താൽ മതിയേ. ഇനി ഇതെങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഈ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കും ഞാൻ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഈ സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 3-4 മിനിറ്റ് എടുത്ത് വഴറ്റണം. ആ സവോള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണേ. അപ്പോൾ ഒരുമാതിരി ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മസാലകളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഈ പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും സിമ്മിലേക്ക് ആക്കിയേക്കണേ. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇങ്ങനെ സിമ്മിലിട്ടൊന്ന് വഴറ്റിയേക്കണേ. ഇതിൻ്റെ മസാലകളുടെ പച്ചമണം മാറി കിട്ടണം. ഞാനിപ്പോൾ ഇന്ന് ചോറിന് കഴിക്കാനായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പം ഇടിയപ്പം അല്ലെങ്കിൽ പത്തിരി അതിൻ്റെ ഒന്നും കൂട്ടത്തിൽ അധികം എരിവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി കിട്ടി. ഇനി ആ ടൊമാറ്റോ അരിഞ്ഞതും കൂടെ നമ്മൾ ചേർത്തിട്ട് നല്ല പോലെ വഴറ്റണം. ഈ തക്കാളിയുടെ ചെറിയ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ നല്ല പോലെ ഒന്ന് മാറി കിട്ടിയിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടയണേ. ആവശ്യത്തിനുള്ള കറിവേപ്പില, ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല ഇതുവരെ. ഇപ്പം നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മൾ സിമ്മിലായിരുന്നു വെച്ചിരുന്നത് ഫ്ലെയിം. ഇനി ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുവാണേ. ആക്കിയിട്ട് നമ്മളിത് അടച്ചു വെച്ചേക്കണേ. ആ സവോളയും ടൊമാറ്റോയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. നമ്മൾ ഈ സവോളയും ടൊമാറ്റോ ഒക്കെ ഇട്ട് നന്നായിട്ട് വേവാനായിട്ട് അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയി. അപ്പോൾ അതൊരുമാതിരി നന്നായിട്ട് വെന്ത് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിക്കോണേ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഈ മുട്ട അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ ഒന്നിൽ ഇത് 2ആയിട്ട് ഇങ്ങനെ പീസാക്കി അങ്ങനെ ഇടാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇടാൻ കേട്ടോ. അന്നേരത്തേന് നന്നായിട്ട് അതിനകത്ത് മസാലയൊക്കെ കയറും. ഇപ്പം ഞാനിത് ചെയ്യുന്ന ഇങ്ങനെ ഒന്ന് വരഞ്ഞ് ഇത് കൊടുക്കുവേ. അപ്പോഴത്തേന് ഇതിനകത്ത് കിടന്നും കുറേ മസാലയൊക്കെ കയറിക്കോളൂ. അത് 2ആയിട്ട് കയറിയാൽ അകത്ത് ശരിക്കും മസാല പിടിച്ച് ഇരിക്കും. ഇപ്പം പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അധികം എരിവ് വേണ്ടാന്നുണ്ടെങ്കിലേ നമ്മൾ ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവൊക്കെ ഇതിനകത്ത് കയറിക്കോളൂ. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാം, ഈ സ്പൂൺ കൊണ്ട് ഇതിൻ്റെ മേളിലേക്ക് ഇതൊരു സ്വല്പം ഇങ്ങനെ മസാല ഇങ്ങനെ ഒന്ന് പുരട്ടി അങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണേ. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ എൻ്റെ ചാനലിൽ എഗ് മപ്പാസും എഗ് തീയലും പിന്നെ വേറൊരു രീതിയിൽ എഗ് റോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആവുകയെ. അപ്പം തന്നെ ഗ്രേവി എല്ലാം കറക്റ്റായി. ഇനിയിപ്പോൾ ഈ മുട്ടയും കൂടി ഇതിൻ്റെ അകത്ത് കിടന്ന് ഒന്ന് ഇതിൻ്റെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റിനകം നമുക്കിത് ഓഫാക്കാം. നമ്മൾ ഈ മുട്ട ഇട്ടതിന് ശേഷം ഇപ്പോൾ ഒരു 3 മിനിറ്റായി തുറന്ന് നോക്കാം. മുട്ട ഇട്ടതിന് ശേഷം ഞാൻ സിമ്മിലോട്ട് മാറ്റിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഈ മുട്ട റോസ്റ്റ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക് ആ ഒരു എരിവുള്ള മുളക് പൊടി ഇട്ടത് നമ്മൾ ചോറ് കഴിക്കുവാണെങ്കിൽ ആ സമയത്ത് ഇടേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ ഒക്കെ കൂടുതലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്തേക്കാവേ. നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പം, ഇടിയപ്പം, പത്തിരി, പൊറോട്ട അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ, ദോശയ്ക്ക് ചിലർക്ക് ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് എല്ലാം ഇത് കഴിക്കാം. പിന്നെ ചോറിൻ്റെ കൂടാണേലും ചപ്പാത്തിയുടെ കൂടാണേലും എല്ലാം നന്നായിട്ട് ചേർന്ന് പോകുന്ന നല്ല കുറുകിയ ഗ്രേവിയോടുകൂടിയ നല്ല അടിപൊളിയൊരു എഗ് റോസ്റ്റ് ആണിത്. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഇത് കാണിച്ചു തന്നേക്കുന്നത്. എൻ്റെ ചാനലിൽ എഗ്ഗിൻ്റെ വേറെ കറികളൊക്കെ കിടപ്പുണ്ട്. മപ്പാസും വേറെ രീതിയിൽ ഞാൻ വെച്ച എഗ് റോസ്റ്റും പിന്നെ എഗ്ഗ് തീയലുണ്ട്. അതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് കമൻറ്റ് ഇടണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാവേ.